അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈലിന്റെ ഭീമൻ ഉപഗ്രഹമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം ഈ മാസം ഡിസംബർ 24-ന് വിക്ഷേപിക്കും. ലോകത്തെ മൊബൈൽ ഫോൺ ഉപയോഗത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഉപഗ്രഹമാണിത്. എന്താണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2? എങ്ങനെയാണ് മൊബൈൽ ഉപയോഗം മാറ്റിമറിക്കപ്പെടാൻ പോകുന്നത്? വിശദമായ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. റിപ്പോർട്ട് കാണാം. ലോകത്തെവിടെയും നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈൽ വികസിപ്പിച്ചെടുത്ത ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം. സാധാരണ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2. ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു മൊബൈൽ ടവർ പോലെയാണ് ഇവ പ്രവർത്തിക്കുക. പ്രത്യേക സാറ്റലൈറ്റ് ഫോണുകളോ വലിയ ഡിഷ് ആന്റനകളോ ഇല്ലാതെ തന്നെ ഉപഭോക്താവിന്റെ കൈവശമുള്ള സാധാരണ 4G, 5G സ്മാർട്ട് ഫോണുകളിൽ നേരിട്ട് ഇന്റർനെറ്റും വോയിസ് കോളുകളും ലഭ്യമാക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. ലോകത്ത് മൊബൈൽ കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കവറേജ് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. സമുദ്രങ്ങളിലും മരുഭൂമികളിലും വിദൂര വനമേഖലകളിലും ഉൾപ്പെടെ തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ഇതുവഴി സാധ്യമാകും. ലോ എർത്ത് ഓർബിറ്റിൽ വിക്ഷേപിക്കുന്ന ഏറ്റവും വലിയ വാണിജ്യ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമാണ് ഇത്. 6500 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തിന്റെ ആന്റനയ്ക്ക് മാത്രം 2400 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ഇത്തരത്തിലുള്ള ഓരോ ഉപഗ്രഹത്തിനും സെക്കൻഡിൽ 120 Mbps വരെ വേഗതയിലുള്ള ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ കഴിയും. നിലവിൽ സ്റ്റാർലിങ്ക് പോലുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേക റിസീവറുകൾ ആവശ്യമാണ്. എന്നാൽ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 സാങ്കേതികവിദ്യ വരുന്നതോടെ ഫോണിലെ സിം കാർഡ് ഉപയോഗിച്ച് തന്നെ ബഹിരാകാശത്ത് നിന്നുള്ള ഇന്റർനെറ്റ് നേരിട്ട് ലഭ്യമാകും. ISRO ഇതുവരെ വിക്ഷേപിച്ചിട്ടുള്ള ഏറ്റവും ഭാരമേറിയ വിദേശ ഉപഗ്രഹങ്ങളിൽ ഒന്നാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2. LMV-3-ൽ ISRO നടത്തുന്ന 9ാമത്തെ വിക്ഷേപണമാണ് ഇത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.